ഇന്നുണ്ടോ പിന്നെ ഞങ്ങൾ ചോറിനാൻ വന്നിരിക്കുകയാണ്. അഗൈൻ ചിക്കൻ ആൻഡ് ചോറ്. ഇന്ന് നല്ല ജോഷ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇപ്പോൾ വന്ന് സ്വന്തം കഴിക്കുന്നൊക്കെ, പക്ഷേ ആളെ കണ്ടിട്ട് തോന്നില്ല. അപ്പം തിന്ന് മോൻ കണ്ട് എത്ര സീരിയസ് ആവും. ഞാൻ ക്യാമറ ഓൺ ചെയ്ത് മനസ്സിലായിട്ടാണോന്നല്ല, പെട്ടെന്ന് സീരിയസ് ആയിപ്പോയി. ഇതുവരെ ഓക്കെ അറിയണ്ട. ചിരി വന്നു കുഞ്ഞു മുത്ത് ചിക്കനിലേക്ക് നോക്കുന്നുണ്ട്, പക്ഷേ കഴിക്കുന്നില്ല. ലെറ്റ്സ് ട്രൈ. വായി കൊടുത്താൽ തിന്നു നോക്കാം. ഓ എൻ്റെ ദൈവമേ, എന്തൊരു ഭാവ് ഖാന ജാടയാണെന്ന് പറയാം. ചെന്ന് നോക്കട്ടെ. നല്ല കുട്ടിയായിട്ട് നോക്കുന്നുണ്ട് അവൻ ക്യാമറയിലേക്ക് കേട്ടോ. ഭയങ്കര സ്ട്രേഞ്ചാണ്, ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാറില്ല. ലാസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കണ്ടേ. കഴിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അപ്പോൾ കഴിക്കുമായിരിക്കും. വെളിച്ചെണ്ണ ആക്കിയിട്ട് നോക്കാം ഇനി എന്താവും കേട്ടോ. ആളെ മുഖം എല്ലാവർക്കും കാണാൻ പറ്റുന്നത് ഭയങ്കര സീരിയസ് ആണ്. എന്തിനാണെന്നറിയില്ല ഇത്ര സീരിയസ് ആവുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഹാപ്പിനെസ്സാണ് വേണ്ടത്. അത് അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം. ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയില്ല, നോക്കാം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ജാട പിടിച്ചതിന് ശേഷമേ ഉള്ളൂ. കുറച്ച് ഏറെപിടുത്തം കൂടുതലാണ്. ട്രൈ ചെയ്യാം. ലെറ്റ്സ് സീ. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം അപ്പുറത്ത് എൻ്റെ അനിയൻ TV കാണും. അതും ഏതോ ഇംഗ്ലീഷ് ആക്ഷൻ മൂവിയാണ്. അപ്പോൾ നല്ല ശബ്ദം ഉണ്ടാവും. ഓക്കെ, നോക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, മാമണ്ണ നമുക്ക് പിന്നെ മാമ ഇത് നോക്ക്. Excuse me, so sorry. Mama, enough chicken. എൻ്റെ മോ, ഇത്ര ചാടയാണേ ഞങ്ങൾക്ക്. ഭയങ്കര ചാടയാണേ. ഓ ഭാഗ്യം, ഒരു കഷ്ണം. ഓ എൻ്റെ മേ, അത് തുപ്പും ചെയ്തു. ഷോ ഉണ്ട് ഈശ്വര, इतना भाव बाप रे. कौन खाता है यार? कौन खाता है इतना भाव? कौन खाता है इतना भाव? और गुड बॉय. आप ഭക്ഷണത്തിനോട് ഇങ്ങനെ കാണിക്കരുത്. ഭക്ഷണം തരുന്ന തമ്പാച്ചിന് നമ്മൾ താങ്ക് യു പറയണം. താങ്ക് യു. ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ബിക്കോസ് വി ഹാവ് ഫുഡ്. ചലോ ഗുഡ് ബൈ. ചലോ ഗുഡ് ബൈ. സ്പൂണിൽ വെച്ച് തന്നാൽ, ഓ മൈ ഗോഡ്, സ്പൂണിൽ വെച്ച് തന്നാൽ കഴിക്കുള്ളൂ. അത്രേ സായിപ്പ്. ഓക്കെ, കാണുന്നുണ്ടോ നിങ്ങളിതൊക്കെ? എന്തൊക്കെ സംഭവങ്ങളാണ്. സ്പൂണിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുള്ളൂ. ഭയങ്കര ജാട. ഓ ദൈവമേ, ഇപ്പോൾ ഒരു ചെറിയ വറ്റിൻ്റെ കഷ്ണം ഉണ്ടെന്ന് നോക്കുകയാണെ. ഓ മൈ ഗോഡ്, സ്പൂണിൽ വെച്ച് കഴിഞ്ഞാൽ കഴിക്കിട്ട് എനിക്ക് ഇതുവരെ അറിയില്ലാത്ത ലോജിക്കായിരുന്നു കേട്ടോ. പുതിയൊരു സംഭവമാണ്. നമ്മളിതുവരെ സ്പൂണിൽ വെച്ച് കഴിക്കുന്നുള്ള സംഭവം അറിയില്ലായിരുന്നു. ഓ മൈ ഗുഡ്നെസ്. ഇത് എന്താ പറയുക, സൈപ്പോളജിയാണ്. സായിപ്പന്മാരുടെ സ്റ്റാൻഡേർഡ്. ഓ മൈ ഗോഡ്, ഐ ഡിഡ്ന്റ് നോ ദിസ്. ഷുഡ് ഹാവ് ടോൾഡ് മീ ഏർലിയർ എന്നാ. സ്കൂളിൽ വെച്ചെന്ന് ഞാൻ കഴിക്കും, കൈ കൊണ്ടൊന്നും ഞാൻ കഴിക്കില്ല എന്നുള്ളത്. ഷുഡ് ഹാവ് ടോൾഡ് മീ. ഏടാ ചിക്കി കൈ കൊണ്ട് കഴിക്കും. ഓക്കെ, ഗുഡ് ബോയ്. ലെറ്റ്സ് ഹാവ് ഫുഡ്. മമ്മ ചിക്കൻ നമുക്ക് വരുന്നു തോന്നുന്നത്. ഓ ഭാഗ്യം. എന്നിട്ട് ചമ്മോ, രാജകുമാരനൊന്ന് എണീറ്റിട്ട് എന്തൊരു പാടാണെന്നേ. എല്ലാം ഉണ്ടാക്കി മുന്നിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ പാടാണെന്ന് കഴിക്കാൻ വേണ്ടി. ചലോ പട്ടാപ്പട്ട് തിന്നാണ് നമ്മൾ നല്ല കുട്ടിയായിട്ട്, കുരുപോയായിട്ട് കുരി പോയ. ചലോ പട്ട്. ഇപ്പുറത്ത് വാ. ഈ സൈഡ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അങ്ങനെ. ഓക്കെ, ഈ സൈഡ് കംഫർട്ടബിൾ ഞങ്ങൾക്ക് കേട്ടോ. ഞങ്ങളിങ്ങനെ കറങ്ങി വരും. ഓക്കെ, ഞങ്ങളിങ്ങനെ കഴിക്കുന്നത് കേട്ടോ. ഓക്കെ ഫൈൻ. ഇനി നോക്കോ, പട്ടാപ്പട്ട് കുട്ടി കഴിക്കുന്ന നോക്കോ. അത്ര സ്പീഡിലാവും കഴിക്കുന്ന നോക്കോ. എൻ്റെ കുട്ടീനെ ആരും പറയണ്ടാവും, നല്ല കുട്ടിയാണ്. ഇതുവരെ നമ്മൾ കണ്ടതൊക്കെ വെറുതെ പ്രിസ്ക്രിപ്റ്റഡ് അല്ലേ. വേമം എന്ന് വെച്ചോ, നല്ല കുഞ്ഞാണ്. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ചായ ഉണ്ടാക്കാൻ, ചായ കുടിക്കാൻ.
ഞാൻ കുളിച്ച് വന്നു. ഞാൻ കുളിക്കാൻ കുറച്ച് ലേറ്റായി. അല്ലെങ്കിൽ അങ്ങനെ നേരത്തെ കുളിക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ എന്നാലും ലേറ്റായി. ഷാമ്പൂ ഒക്കെ ചെയ്തു തന്ന് മുടിയൊക്കെ വൃത്തിയാക്കി. പിന്നെ കുക്ക് ചെയ്യാനുള്ളതൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് വേർത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് സുന്ദരിക്കുട്ടിയായെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ക്ലീനായി. കഴിക്കുന്നുണ്ട്. പടപട ഗുഡ് ബോയ്. നല്ല കുട്ടിയായിട്ട് പാവം തിന്നിട്ട് വേണം എൻ്റെ കുഞ്ഞു അവർക്ക് കളിക്കാൻ പോയാൽ. ഗോഡ്. ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെരിയും കളിയും മസ്തിയും. ഇപ്പം ഞങ്ങൾ പുറത്ത് നടക്കാൻ പോയി വന്നതേ ഉള്ളൂ. ചീച്ചിയൊന്നും ഉണ്ടായിരുന്നില്ല, ചൂച്ചു ആക്കി വന്ന് കുറേ. ഞങ്ങളെ പൂച്ചയുണ്ട്. ഞങ്ങൾ പൂച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വരുന്ന പൂച്ചയാണ്. അങ്ങനെ പൂട്ടുന്ന ഇതൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ പൂച്ച ആയിട്ടില്ല. അവന് ഞങ്ങൾ കത്തയ്യൂ എന്നാണ് പേരിട്ടെ. ഡോണ്ട് ആസ്ക് മീ ദ റീസൺ വൈ, റിയലി ഡോണ്ട് നോ. അങ്ങനെ ഒരു ആക്സിഡൻ്റൽ നെയിമാണോ എന്തോ ഒരു എന്താ സ്റ്റോറി എന്ന് പറയില്ല, എനിക്ക് അറിഞ്ഞൂടാ. കത്തയ്യൂ എന്നാണ് അവൻ്റെ പേര്. സോ ഇപ്പം കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളാണ്. പണ്ട് കുഞ്ഞെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളുടെ ചെക്കനായിരുന്നു. ഇപ്പം വലിയ ആളായി, വലിയ മുഖമൊക്കെ വീർത്ത്. ഞാൻ എടുത്ത ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അച്ഛനമ്മേൻ്റെ ഷോർട്സ് ആരെങ്കിലും ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും ഉറപ്പായിട്ടും. സോ ഇവനെ ഭയങ്കര ഇഷ്ടമാണ് കത്തിയവനെ. പുറത്തൊക്കെ കറങ്ങി നടക്കുന്നതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കാനായിട്ട് നക്കാനൊന്നും സമ്മതിക്കാറില്ല. കാരണം ചെള്ളും അങ്ങനത്തെ ടിക്സും വേറെ ജീവികളോ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാലും വെച്ച് ഞങ്ങൾ നക്കാനും സമ്മതിക്കാറില്ല. പക്ഷെ എന്നാലും ഇപ്പം ഈ മാസം എനിക്ക് അറിഞ്ഞൂടെ ദർ സംതിങ് ഗോയിങ് ഓൺ വിത്ത് എന്താ പറയുക, ഈ കന്നിമാസം എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത് എല്ലാ പൂച്ചകളും സോ ഇൻട്രസ്റ്റഡ് ഇൻ ദ ഫീമെയിൽ കാറ്റ്സ്. എല്ലാവരും പട്ടാനിക്ക മോസം മറ്റേ കൈൻഡ് ഓഫ്. ഇപ്പം നമ്മൾ കത്തി ഇപ്പോൾ ഒരു പുതിയ പെൺകുട്ടി ഇതുവരെ നമ്മൾ ഈ ഏരിയയിൽ കണ്ടിട്ടില്ലാത്തൊരു സുന്ദരി വെള്ള പൂച്ച വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ടോം ആൻഡ് ജെറി കാണുന്ന സമയത്ത് അതിൽ ടോമിൻ്റെ ഗേൾ ഫ്രണ്ട് അല്ല, ടോമിൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു ക്യാറ്റുണ്ട്. ഫുൾ വൈറ്റ്, എക്ദം വൈറ്റ്, കണ്ണിൻ്റെ ഷേപ്പൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളി പോലെ, സോ ബ്യൂട്ടിഫുൾ ഷേപ്പ്. അപ്പം അതുപോലത്തെ ഒരു ക്യൂട്ട് ബ്യൂട്ടിഫുൾ ക്യാറ്റ്. ഐ ഡോണ്ട് നോ ഫീമെയിൽ ക്യാറ്റ് എന്താ പറയണ്ടത്, ഇസ് ദർ അനദർ വേർഡ്, I don't know, but a female cat, beautiful സുന്ദരി വന്നിട്ടുണ്ട് നമ്മുടെ ഏരിയയിൽ. സോ ഓൾ ദ മെയിൽ കാറ്റ്സ് ആർ ആഫ്റ്റർ ഹർ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കത്തി എന്താ ഇവിടുത്തെ ദാദയാണല്ലോ, ഹീസ് ലൈക്ക് കോൾഡ് ദാദ, ലൈക്ക് സഞ്ജയ് ദത്ത്. സോ ഹീസ് സൽമാൻ ഖാനൊക്കെ ഉള്ള പോലെ. സോ അവൻ പറയുന്നത് ഞാൻ ഈ ഏരിയയിലൊരു പെണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനാണ് ആദ്യം അവളെ ഐ ഫ്ലേർട്ട് വിത്ത് ഹർ, ഓർ മേ ബി ഞാൻ അവളെ വളച്ചെടുക്കും എന്നുള്ള ഇതിൽ. ഇപ്പോൾ ചെക്കന്മാരായിട്ടുള്ള വേറെ പൂച്ചകളുടെ അടികൂടി നടക്കുന്നുണ്ട്. മുറിവുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കണ്ടിന്യൂസ് ഫൈറ്റ് നടന്നത് രാത്രിയൊക്കെ കടിപിടീൻ്റെ കൊച്ച കേൾക്കാം. സോ അങ്ങനെ ഒരു എന്താ പറയുക ഫ്ലേർട്ടിങ് ടൈം. ഫെബ്രുവരി ആണല്ലോ. ഐ ഫോർഗോട്ട് അബൌട്ട് ദാറ്റ്. ഫെബ്രുവരി വാലന്റൈൻസ് ഡേ ടൈം, അതുകൊണ്ടാണ് ഇതൊക്കെ. ഓക്കെ, ഐ ഗെറ്റ് ഇറ്റ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒരാൾ നമ്മളെ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് വന്ന് കിടന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഈസ് എ ഗുഡ് ബോയ്. പാത്രം കാലിയാണ് എവരിബഡി. അപ്പോൾ എൻ്റെ കുഞ്ഞ് ചോറുണ്ട് കഴിഞ്ഞു. കത്തിയു ലൈൻ അടിക്കുന്നതിൽ ബിസിയാണ്. പുതിയ ഗേൾ ഫ്രണ്ടിനെ കിട്ടുമോ ഇല്ലയെന്നുള്ള അറിയില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഈസ് ട്രൈങ് ടു പട്ട് ഓഫ് ഐ ഹഗ് ജമാന, അല്ലെങ്കിൽ എന്താ പറയുക വളച്ചെടുക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. ഇന്ന് ഞാൻ അവിടെ വേറൊരു പൂച്ചനോടെ കണ്ടു. സോ ഡോണ്ട് നോ എന്താ എങ്ങനെയാണ് ഇവരൊക്കെ സ്ട്രാറ്റജി, അല്ലെങ്കിൽ വി ഡോണ്ട് നോ. ബട്ട് എനിവേ 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഭയങ്കര ഫൈറ്റ് ആയിരുന്നു. ഐ ഹോപ്പ് മുറിവും വലിയ അപകടങ്ങളൊന്നും പറ്റാതെ വരട്ടെ. പ്രായം ആയിട്ടുണ്ട് കുറച്ച്, അപ്പോൾ അതനുസരിച്ച് ഹെൽത്തൊക്കെ ഒന്നും ശ്രദ്ധിച്ച് ശരിയാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ കുട്ടി ഇവിടെ ചോറിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഭക്ഷണ വ്ളോഗ് ഇവിടെ അവസാനിച്ചു. ഞങ്ങൾ കഴിക്കുന്ന ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തരി ചോറും ചിക്കൻ പൊട്ടിത്തെറിച്ചതാണ് കേട്ടോ. ദാറ്റ് ഇസ് ഹിസ് മെനു. അത് ഞങ്ങൾ പറഞ്ഞു തരില്ല എങ്ങനെ ഉണ്ടാക്കുന്നത്, ഞങ്ങൾ സീക്രട്ട് റെസിപ്പിയാണ്. സോ ഓർത്ത് വെക്കുക, കുത്തരി ചോറും ചിക്കൻ പൊട്ടിത്തെറിച്ചതും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്, ഈസ് ഡൺ. അപ്പോൾ ഇനി ഞങ്ങൾ പോയിട്ട് പെഡിഗ്രി ടോപ്പ് പഠിക്കട്ടെ. ഗുഡ് ഈവനിങ് ടു ഓൾ. ബൈ.